ഇതാരുണ്ടാക്കിയാന്നറിയോ? ഇത് ഉമ്മച്ചിണ്ടാക്കിയതാണോ? ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ലോണം മാങ്ങുണ്ട്. പക്ഷെ ഞങ്ങൾ വിട്ട് മാങ്ങില്ല. അപ്പം ഞങ്ങൾക്ക് മാങ്ങില്ലാത്തതുകൊണ്ട് അയൽപക്കത്തുള്ള ലേശം മാങ്ങുണ്ട്. മാങ്ങയാണെങ്കിലോ ഭയങ്കര പുളിമാങ്ങ ആയതുകൊണ്ട് ആരും തിന്നുന്നില്ല. കുട്ടികളൊക്കെ കടിച്ചു തുപ്പി ഒഴിവാക്കുക. ഇത് പച്ചായാലും ചെനച്ചതായാലും ഭയങ്കര പുളിയാണ്. പിന്നൊന്ന് മധുരം വെക്കണമെങ്കിൽ ഒന്ന് പോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് മധുരം കൂട്ടാൻ. ഞാനതിന് കുറച്ചെടുത്ത് കണ്ട് കഴുകി. തൊലി കളഞ്ഞ് നോക്കിയപ്പോൾ രണ്ടെണ്ണം കേട്. അപ്പം അത് ഒഴിവാക്കി ബാക്കിയുള്ള തൊലി കളഞ്ഞ് കുട്ടപ്പനാക്കി വെച്ച്. തൊലി കളഞ്ഞ മാങ്ങക്ക് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് വെച്ച്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഗ്യാസിന് വെച്ച്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ശർക്കര ഉണ്ടാണിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച നല്ലോണം മെൽറ്റാക്കി എടുക്കുക. ഇത് പിന്നെ പൗത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ അതിലേറെ രസം ഉണ്ടാവും. അങ്ങനെ ആ ശർക്കര ഒക്കെ ഉരുകി വന്ന് മാങ്ങ വേവാൻ തുടങ്ങി. ഞാൻ മാങ്ങ ചെത്തുമ്പോൾ തന്നെ ഒന്ന് ഉപ്പും കൂട്ടി തിന്നാൻ വേണ്ടി 2 കഷ്ണം ഇട്ട് അത് കൂടിയോണ്ട് ഞാൻ വേവിസിനയക്കാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം വേവിച്ചുമ്പോൾ അതേപോലെ കുറുക്കി വരും. എന്നിട്ട് പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തുണ്ടെന്ന് ഒന്ന് മൂപ്പിച്ച് അതിക്കൊഴിച്ച് കടുക് വരട്ടി വെളിച്ചെണ്ണ പൊട്ടിച്ച് അതിക്കൊഴിച്ചെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു വാസനയൊക്കെ വരും. നല്ലോ വെന്തില്ലെങ്കിൽ മാങ്ങ ഉടയൂല. അപ്പോൾ മാങ്ങ ഒന്ന് ഉടയണം. അപ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ തൂമ്പിച്ചൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. ഞാൻ പാത്രത്തൊക്കെ മാറ്റി മോളൂസ് ഉറങ്ങി നീച്ചാട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഓളെ തിന്ന് നോക്കിയപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഓള് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് പുതിയായി. അപ്പോൾ ഞാനും അതിന് ഒരു അണ്ടി എടുത്ത് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ പുളിമാങ്ങൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്ന് നോക്കി. മാങ്ങ കഥ ഉണ്ടാക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്കും കമൻറ്റൊക്കെ അടിച്ച്. ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ലോണം മാങ്ങുണ്ട്. പക്ഷെ ഞങ്ങൾ വിട്ട് മാങ്ങില്ല. അപ്പം ഞങ്ങൾക്ക് മാങ്ങില്ലാത്തതുകൊണ്ട് അയൽപക്കത്തുള്ള ലേശം മാങ്ങുണ്ട്. മാങ്ങയാണെങ്കിലോ ഭയങ്കര പുളിമാങ്ങ ആയതുകൊണ്ട് ആരും തിന്നുന്നില്ല. കുട്ടികളൊക്കെ കടിച്ചു തുപ്പി ഒഴിവാക്കുക. ഇത് പച്ചായാലും ചെനച്ചതായാലും ഭയങ്കര പുളിയാണ്. പിന്നൊന്ന് മധുരം വെക്കണമെങ്കിൽ ഒന്ന് പോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് മധുരം കൂട്ടാൻ. ഞാനതിന് കുറച്ചെടുത്ത് കണ്ട് കഴുകി. തൊലി കളഞ്ഞ് നോക്കിയപ്പോൾ രണ്ടെണ്ണം കേട്. അപ്പം അത് ഒഴിവാക്കി ബാക്കിയുള്ള തൊലി കളഞ്ഞ് കുട്ടപ്പനാക്കി വെച്ച്. തൊലി കളഞ്ഞ മാങ്ങക്ക് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് വെച്ച്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഗ്യാസിന് വെച്ച്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ശർക്കര ഉണ്ടാണിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച നല്ലോണം മെൽറ്റാക്കി എടുക്കുക. ഇത് പിന്നെ പൗത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ അതിലേറെ രസം ഉണ്ടാവും. അങ്ങനെ ആ ശർക്കര ഒക്കെ ഉരുകി വന്ന് മാങ്ങ വേവാൻ തുടങ്ങി. ഞാൻ മാങ്ങ ചെത്തുമ്പോൾ തന്നെ ഒന്ന് ഉപ്പും കൂട്ടി തിന്നാൻ വേണ്ടി 2 കഷ്ണം ഇട്ട് അത് കൂടിയോണ്ട് ഞാൻ വേവിസിനയക്കാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം വേവിച്ചുമ്പോൾ അതേപോലെ കുറുക്കി വരും. എന്നിട്ട് പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തുണ്ടെന്ന് ഒന്ന് മൂപ്പിച്ച് അതിക്കൊഴിച്ച് കടുക് വരട്ടി വെളിച്ചെണ്ണ പൊട്ടിച്ച് അതിക്കൊഴിച്ചെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു വാസനയൊക്കെ വരും.
നല്ലോ വെന്തില്ലെങ്കിൽ മാങ്ങ ഉടയൂല കേട്ടോ. മാങ്ങ ഒന്ന് ഉടയണം, അപ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ തൂമ്പിച്ചൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. ഞാനൊരു പാത്രത്തൊക്കെ മാറ്റി മോളൂസ് ഉറങ്ങി നിന്നിച്ചവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പം നോക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഓളെ തിന്ന് നോക്കിയപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഓള് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് പുതിയായി. അപ്പം ഞാനും അതിന് ഒരു അണ്ടി എടുത്ത് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ പുളിമാങ്ങൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്ന് നോക്കി. മാങ്ങ കഥ ഉണ്ടാക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്കും കമൻറ്റൊക്കെ അടിച്ച്